നമസ്കാരം. 10ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ്. അതിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ, പുതിയ ടെക്സ്റ്റിലെ യൂണിറ്റ് 1ലെ ഒന്നാമത്തെ ചാപ്റ്റർ 2 വീഡിയോ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. യൂണിറ്റിൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷനും ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഉണ്ട്. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് കയറി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ പാഠത്തിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ലെറ്റസ് റീവിസിറ്റിനകത്ത് നിങ്ങൾക്ക് ഒരു 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ആക്ടിവിറ്റീസ് തൊട്ടടുത്ത വീഡിയോ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ്? ട്രയൽസ് ആൻഡ് ട്രയംസ്. അതിലെ ആദ്യത്തെ ചാപ്റ്റർ എന്താണ്? എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് അല്ലേ? അതിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിക്കോളൂ. എ ആണ്, വൈ ഡസ് ദ സൈറ്റ് ഓഫ് ദ ഓൾഡ് മാൻ ഫ്രൈറ്റൻ പെലയോ? പെലയോയെ അദ്ദേഹത്തിൻ്റെ ആരെ കണ്ടതാ? ആ ഓൾഡ് മാനെ കണ്ടപ്പോൾ ആ ഒരു കാഴ്ച, ഓൾഡ് മാൻ ആണെന്ന് അറിയുന്നില്ലല്ലോ, ആദ്യമേ എന്തോ അവിടെ ഇങ്ങനെ നിരങ്ങുകയും നീങ്ങുകയൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടു. അത് എന്താണ് അദ്ദേഹത്തെ പേടിപ്പിച്ചത്? പിന്നീട് അടുത്ത് ചെന്ന് നോക്കിയാണ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ആ ചിന്ത? ദ സൈറ്റ് ഫ്രൈറ്റൻസ് പെലയോ ബിക്കോസ് ദ ഓൾഡ് മാൻ ലുക്ക് സ്ട്രേഞ്ച് ആൻഡ് ഡേർട്ടി അല്ലേ? ഹീ ഈസ് ലൈയിങ് ഇൻ ദ മഡ് വിത്ത് ഹ്യൂജ് വിങ്സ്. പെലയോ ഹാസ് നെവർ സീൻ എനി വൺ ലൈക്ക് ഹിം ബിഫോർ. ഇതിൻ്റെ അർത്ഥം പറയണോ? അടുത്തത് ബി, വൈ വാസ് ദ ഓൾഡ് മാൻ അനേബിൾ ടു ഗെറ്റ് അപ്പ്? എന്താണ് അയാൾ അനേബിൾ ആയിരുന്നു എഴുന്നേൽക്കാൻ? എന്താ കാര്യം? എഴുന്നേൽക്കാൻ പറ്റിയില്ല. എന്താ കാര്യം? ദ ഓൾഡ് മാൻ വാസ് അനേബിൾ ടു ഗെറ്റ് അപ്പ് ബിക്കോസ് ഹിസ് എനോർമസ് വിങ്സ് വെയർ സ്റ്റക്ക് ഇൻ ദ മഡ്. എനോർമസ് ആയിട്ടുള്ള വിങ്സ് എവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കുന്നു? മഡിൽ. ഹീ വാസ് ഓൾസോ വെരി ഓൾഡ് ആൻഡ് വീക്ക് വിച്ച് മെയ്ഡ് ഇറ്റ് ഹാർഡ് ഫോർ ഹിം ടു മൂവ് അല്ലേ? ഭയങ്കര ഓൾഡും വീക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ മൂവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ ഒന്നും അർത്ഥം പറയേണ്ട ആവശ്യമില്ല. പൊടിയ പിള്ളേർക്ക് പറയുന്ന കണക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. SSLC കുട്ടികളാണ്, എന്നാലും ചിലതിൻ്റെയൊക്കെ പറഞ്ഞു പോട്ടോ. അടുത്ത സി ക്വസ്റ്റ്യൻ, ദ കപ്പിൾ കൺസിഡർ ദ ഓൾഡ് മാൻ എ ലോൺലി കാസ്റ്റവേ. കാസ്റ്റവേ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നില്ലേ? കപ്പൽ ദുരന്തത്തിൽ എന്താണ്, തീരത്തടിഞ്ഞ ഏതെങ്കിലും ഒരാളെയൊക്കെയാണ് കാസ്റ്റവേ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ലോൺലി കാസ്റ്റവേ എന്ന് അവർ വിചാരിക്കാൻ കാര്യം എന്തായിരുന്നു? ദ കപ്പിൾ കൺസിഡേർഡ് ദ ഓൾഡ് മാൻ എ ലോൺലി കാസ്റ്റവേ ബിക്കോസ് ഹീ വാസ് ഫൗണ്ട് lying face down in the mud after a storm, dressed like a rag picker and spoke in an incomprehensible dialect with a important point അവിടെയാണ്, with a strong sailor's voice. എന്തായിരുന്നു കാരണം? അദ്ദേഹത്തെ ലോൺലി കാസ്റ്റവേ എന്ന് ചിന്തിക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തെ അവർ എങ്ങനെ കണ്ടുപിടിച്ചു? ഫേസ് ഇങ്ങനെ മഡിൽ ലൈ ഡൗൺ ആയിട്ടിരുന്നതാണ്. ആ രീതിയിലാണ് അദ്ദേഹത്തെ കണ്ടത്. ആഫ്റ്റർ എ സ്റ്റോം, ഒരു ഭയങ്കരമായ കൊടുങ്കാറ്റിന് ശേഷമാണ് അങ്ങനെ കണ്ടത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് കണ്ടപ്പോൾ ഒരു റാക്ക് പിക്കറെ പോലെ തോന്നി. പിന്നെ പ്രധാന കാര്യം എന്തായിരുന്നു? അദ്ദേഹം ഒരു ഇൻകോംപ്രഹെൻസിബിൾ ഡയലക്റ്റിലാണ് സംസാരിച്ചത്. അവർക്ക് മനസ്സിലാവുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ ഭാഷാരീതി? ഇല്ല. പിന്നെ എന്ത് വോയിസ് ആയിരുന്നു? ഒരു നാവികൻ്റെ സൗണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്നുള്ളതാണ് അവരെ അങ്ങനെ ചിന്തിപ്പിച്ചത്. ഇനി ഡി, why was the neighbor woman sure that the old man was an angel? നൈബർ വുമണിന് ഓൾഡ് മാൻ ആരായി? ഏഞ്ചലായി. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിച്ചത്? The neighbor woman was sure that the old man was an angel because എന്തായിരുന്നു കാരണം? Then he had big wings. വലിയ വിങ്സ് ഉണ്ട് ഏഞ്ചലിന്. She said he came for the sick child. സിക്ക് കുട്ടിയെ നോക്കിയാണ് അദ്ദേഹം വന്നത്. ബട്ട് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. പക്ഷെ മഴ അദ്ദേഹത്തെ അങ്ങ് വീഴ്ത്തിക്കളഞ്ഞു. ഹർ സ്ട്രോങ് കൺവിക്ഷൻ കെയിം ഫ്രം ഹർ സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്. ചിലർക്കുണ്ട് അന്ധവിശ്വാസങ്ങൾ. ഇങ്ങനൊരു ചിന്ത വരാൻ കാര്യം അവരുടെ അന്ധവിശ്വാസം കൊണ്ടാകാം. നോട്ട് ഫ്രം റീസൺ ഓർ എവിഡൻസ്. എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഒരു കാരണമുണ്ടോ അങ്ങനെ പറയാനായിട്ട്? ഇല്ല. ഇതൊന്നുമില്ലാതെ ഇവരിങ്ങനെ പറയണമെങ്കിൽ ഇവരെന്തൊരു ചിന്തയിലുള്ള ആളായിരിക്കാം? സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ചിന്താഗതിക്കാരി ആകണം അല്ലേ? എന്ന് പറയുന്നത് എന്താ? അന്ധവിശ്വാസങ്ങളിൽ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വൈ ഡിഡ് പെലയോ ആം ഹിംസെൽഫ് വിത്ത് എ ക്ലബ്? ഇത്
നമ്മൾ ചാപ്റ്റർ പഠിച്ചപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ആ കോടതിയിൽ നിന്ന് വന്ന അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇനി വീട്ടിൽ വന്നതെന്ന്. അപ്പോൾ ആ ക്ലബിൻ്റെ കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നില്ല. ആ കോടതിയിൽ ഈ ഒരു ജോലി ചെയ്യുന്ന ആൾക്ക് കോടതിയിൽ അവിടെ ആ ഒരു ബൈലീഫിന് ഒരു ദണ്ടുണ്ട്, ഒരു ക്ലബ്ബുണ്ട്. ശരിക്കും ആ ഒരു ദണ്ട് അദ്ദേഹം അതും കൂടെ കൊണ്ടാണ് വീട്ടിലേക്ക് വന്നത്. എന്തിനാ അങ്ങനെ വന്നത്? എന്തിനായിരുന്നു? പെലയോ ആംഡ് ഹിംസെൽഫ് വിത്ത് എ ക്ലബ് ബിക്കോസ് എന്തുകൊണ്ടായിരുന്നു? ഹി വാസ് സ്കെയർഡ് അല്ലെങ്കിൽ അഫ്രൈഡ് ഓഫ് ദി ഓൾഡ് മാൻ. ഹി വാസ് സ്കെയർഡ് ഓഫ് ദി ഓൾഡ് മാൻ. ഹി ഡിഡ് നോട്ട് നോ ഇഫ് ദ മാൻ വാസ് ഡേഞ്ചറസ്. ഞാൻ ഡേഞ്ചറസ് ആണോ എന്ന് അറിയില്ല. സോ ഹി വോണ്ടഡ് ടു പ്രൊട്ടക്റ്റ് ഹിസ് ഫാമിലി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് വേണം? ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പം ഓഫീസിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആയുധം കൊണ്ട് തന്നെയാണ് അദ്ദേഹം വന്നത്. ഇനി എഫ്. What made the couple suddenly decide to treat the man with some kindness? പെട്ടെന്ന് തോന്നിയല്ലേ എന്താ? അദ്ദേഹത്തിന് കുറച്ച് ദയ അദ്ദേഹം അർഹിക്കുന്നു, അല്ലെങ്കിൽ നമുക്കിനി അദ്ദേഹത്തോട് കുറച്ച് ദയയോടെ പെരുമാറാമെന്ന് തോന്നി. എന്താ കാര്യം? The couple decided to treat the man with kindness when their sick child got better. സിക്കായിട്ടുള്ള കുട്ടി പെട്ടെന്ന് ബെറ്ററായി. അപ്പോഴേക്കും അവർക്ക് അങ്ങനെ തോന്നി. The child woke up without fever and wanted to eat. ഫീവർ വന്ന് ഒന്നും കഴിക്കാതെ കിടന്ന കുട്ടി ഫീവർ എല്ലാം മാറി ഭക്ഷണം കഴിക്കാനുള്ള രീതിയിൽ വന്നു. അപ്പോൾ എന്താ അവർക്ക് തോന്നിയത്? ദേ ഫെൽറ്റ് ഗ്രേറ്റ്ഫുൾ ആൻഡ് പ്ലാൻ ടു സെൻഡ് ദ ഓൾഡ് മാൻ എവേ സേഫ്ലി. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും ഇതെന്ന് അവർക്ക് തോന്നിയല്ലേ? ദേ തോട്ട് ഇറ്റ് വാസ് ദ ബ്ലെസ്സിങ് ഓഫ് ദി ഏഞ്ചൽ എന്ന് അവർ ചിന്തിച്ചു. അങ്ങനെ ദേ ഫെൽറ്റ് ഗ്രേറ്റ്ഫുൾ ആൻഡ് പ്ലാൻ ടു സെൻഡ് ദ ഓൾഡ് മാൻ എവേ സേഫ്ലി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്? സേഫായിട്ട് തിരിച്ചയക്കാൻ അവരാഗ്രഹിച്ചു. ഇനി ജി. വൈ ഡസ് പെലിയോ ലോക്ക് ദ ഓൾഡ് മാൻ ഇൻ ദ ചിക്കൻ കൂപ്പ്? എന്തിനാണ് അദ്ദേഹത്തെ ചിക്കൻ കൂപ്പിൽ അടച്ചത്? പെലിയോ ലോക്സ് ദ ഓൾഡ് മാൻ ഇൻ ദ ചിക്കൻ കൂപ്പ് ബിക്കോസ് ഹീസ് അഫ്രൈഡ് ഓഫ് ഹിം. അദ്ദേഹത്തിന് ആരെ പേടിയാ? ഇദ്ദേഹത്തെ പേടിയാ. ഹി ഡസൻ നോ ഹൂ ഓർ വാട്ട് ദ ഓൾഡ് മാൻ റിയലി ഈസ്. അയാൾക്ക് അറിയാമോ ശരിക്കും ഇദ്ദേഹം ആരാണെന്നോ എന്താണെന്നോ? ഇല്ല. ഹി വോണ്ട്സ് ടു കീപ് ഹിം അവേ ഫ്രം ദ ഹൗസ് ആൻഡ് പ്രൊട്ടക്ട് ഹിസ് ഫാമിലി. വീട്ടിലോട്ട് കയറ്റാൻ പറ്റില്ല അല്ലേ? അദ്ദേഹത്തെ തൽക്കാലം മാറ്റി താമസിപ്പിച്ച് വീട്ടുകാരെ പ്രൊട്ടക്റ്റ് ചെയ്യാനേ സാധിക്കൂ ഇദ്ദേഹത്തെ കൊണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതല്ലേ? വേണമെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് റീസൺസ് ഒക്കെ പറയാം. തൽക്കാലം ഇത് മതി. ഇനി എച്ച്. വൈ ഡു ദ പീപ്പിൾ ട്രീറ്റ് ദ ഓൾഡ് മാൻ ലൈക്ക് എ സർക്കസ് അനിമൽ? അദ്ദേഹത്തെ ഒരു സർക്കസ് അനിമലിനെ പോലെയല്ലേ ആളുകൾ ട്രീറ്റ് ചെയ്തത്? എന്താണ് കാരണം? പീപ്പിൾ ട്രീറ്റ് ദ ഓൾഡ് മാൻ ലൈക്ക് എ സർക്കസ് അനിമൽ ബിക്കോസ് എന്തുകൊണ്ട്? ഹീ ലുക്സ് സ്ട്രേഞ്ച് വിത്ത് ഹിസ് ബിഗ് വിങ്സ്. ബിഗ് വിങ്സ് ഒക്കെ ഉള്ള വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാളാണ്. ദേ ഡോണ്ട് സീ ഹിം ആസ് എൻ ഏഞ്ചൽ. അതുവരെ അദ്ദേഹത്തെ ഏഞ്ചലായിട്ടാണോ കാണുന്നത്? അല്ല. ബട്ട് സംതിങ് ടു ലുക്ക് അറ്റ് ആൻഡ് ലാഫ് അറ്റ്. അവർക്കിങ്ങനെ നോക്കിയിരിക്കാനും ചിരിക്കാനും, എന്തിനെങ്കിലും നോക്കിയിരിക്കണം, ചിരിക്കണം, എന്തിനെങ്കിലും നോക്കി ചിരിക്കണം, അതിനുള്ളൊരു വസ്തുവായി അദ്ദേഹത്തെ അവർ കണ്ടു. ദേ കം ടു വാച്ച് ഹിം ലോഫ് ആൻഡ് ത്രോ ഫുഡ് ജസ്റ്റ് ലൈക്ക് എ ഷോ. ഒരു ഷോയിൽ പോയി നമ്മൾ സർക്കസിലൊക്കെ പോയിട്ട് ആൾക്കാർ കാണുന്നു, കൂകി വിളിക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു, ഭക്ഷണം വാരി ഇട്ടുന്നു. അതുപോലെ അദ്ദേഹത്തെയും അവരെ കണ്ടിട്ടുള്ളൂ. ഇനി ഐ. ഡു യു തിങ്ക് എലിസൻഡ ഈസ് ഷ്രൂഡ് ആൻഡ് ക്ലെവർ? വൈ? എലിസൻഡ ഷ്രൂഡ് എൻ്റെ അർത്ഥം നോക്കിക്കോളൂ. കുശാഗ്ര ബുദ്ധിയുള്ള, വിവേകമുള്ള, തന്ത്രമുള്ള, സാമർഥ്യമുള്ള, അതുപോലെ ക്ലെവർ ബുദ്ധിയുള്ള ആളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വൈ? എന്തുകൊണ്ടാണ്? യെസ്, തീർച്ചയായും അല്ലേ. എലിസൻഡ ഈസ് ഷ്രൂഡ് ആൻഡ് ക്ലെവർ അല്ലേ? അവരുടെ ഒരു കഴിവ് കൊണ്ടല്ലേ ഈ വീട് തന്നെ അവരുണ്ടാക്കിയത്. ഷീ ഗെറ്റ്സ് ഐഡിയ ടു ചാർജ് മണി ഫോർ പീപ്പിൾ ഹു സീ ദ ഓൾഡ് മാൻ. പീപ്പിൾ ടു സീ ദ ഓൾഡ് മാൻ. ആ ഓൾഡ് മാനെ വന്ന് കാണാനായിട്ട് ആൾക്കാർ വരുമ്പോൾ അതിൽ ചാർജ് ചെയ്യണം, പൈസ ചാർജ് ചെയ്യണം എന്നുള്ള ബുദ്ധി അവർക്കുണ്ടായി. ബിക്കോസ് ഓഫ് ദിസ്, ഇതുകൊണ്ടാണ് ദ കപ്പിൾ ബിക്കംസ് റിച്ച്. അതുകൊണ്ട് അവർ റിച്ചായി. ആൻഡ് ബിൽഡ്സ് എ ന്യൂ ഹോം. ഒരു പുതിയ വീടുണ്ടാക്കി. ഷീ നോസ് ഹൗ ടു യൂസ് ദ സിറ്റുവേഷൻ ടു ഹർ അഡ്വാൻറ്റേജ്. അവളുടെ അഡ്വാൻറ്റേജിന് എങ്ങനെയാണ് ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കേണ്ടത്. ഇപ്പോൾ ഒരു സാഹചര്യം അത് അവൾക്ക് എങ്ങനെ അനുകൂലമാക്കാം എന്ന് ആർക്കറിയാം? എലിസൻഡയ്ക്ക് അറിയാം. അത് ബുദ്ധിയും കുശാഗ്ര ബുദ്ധിയും ഒക്കെ ഉള്ള ആൾക്കേ പറ്റൂ. ഇനി ജെ. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീം ടു ബി പേഷ്യൻസ്. വൈ ഡസ് ദ ഓതർ സേ സോ? ഇനി നമ്മളുടെ ആരെ പറ്റി പറഞ്ഞു? ഈ
ഏഞ്ചൽ അല്ലേ, ഏഞ്ചലിന് ശരിക്കും ഏഞ്ചലിന് ഒരുപാട് കഴിവുകൾ വേണം. സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള അല്ലെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള, സൂപ്പർസ്റ്റീഷ്യസ് അല്ല സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള വെർച്യൂസ്, ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവണം അല്ലേ. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ഗുണം മാത്രമാണ് പുറത്ത് കണ്ടത്. ഏത് ഗുണമാണ്? പേഷ്യൻസ്, ക്ഷമ. അദ്ദേഹത്തിന് എന്തെല്ലാം ഉപദ്രവം ഉണ്ടായിട്ട് പോലും ക്ഷമിച്ചു. കോഴി വന്ന് ഫെദറിൽ ചിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെന്താണ്, അവരെ ആൾക്കാർ വന്ന് അവരുടെ വികലാംഗരായിട്ടുള്ള ആൾക്കാരും അസുഖബാധിതരും ഒക്കെ ടച്ച് ചെയ്യാൻ വേണ്ടി ഫെദർ പ്ലക്ക് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആളുകൾ കല്ലെറിയുന്നുണ്ട്. ഇതൊക്കെ അദ്ദേഹം പേഷ്യൻസ് ആയിട്ടിരുന്നു, സഹിച്ചു അല്ലേ. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ കാരണം? ദ ഓതർ സേസ് ബിക്കോസ് ദ ഏഞ്ചൽ ഡസ് നോട്ട് ഡു എനി മിറക്കിൾസ്. ശരിയാ, പിന്നെ പേഷ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാൻ ഒരു കാരണം എന്താ? വേറെ ഒരു മിറക്കിളും അദ്ദേഹം ചെയ്തിട്ടില്ല. ഹി ഓൺലി ഷോസ് പേഷ്യൻസ് മാത്രം കാണിക്കുന്നു. ഹി സ്റ്റേസ് കാം ഈവൻ വെൻ പീപ്പിൾ ഹർട്ട് ഹിം ആൻഡ് ട്രീറ്റ് ഹിം ബാഡ്ലി. ഹി ഡസ് നോട്ട് ഗെറ്റ് ആംഗ്രി ഓർ ഫൈറ്റ് ബാക്ക്. ദിസ് ഷോസ് ദാറ്റ് ഹിസ് ഓൺലി സ്പെഷ്യൽ പവർ ഈസ് ബീയിങ് പേഷ്യൻറ്റ്. അദ്ദേഹത്തിനൊരു ദേഷ്യം വരികയോ അല്ലെങ്കിൽ തിരിച്ച് ആക്രമിക്കാൻ നോക്കുകയോ ഒന്നും ചെയ്തില്ല. ഇതിലൂടെ എന്ത് മനസ്സിലാക്കാം? അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ഗുണം പുറത്ത് കാണിക്കാൻ പറ്റുന്നത് പേഷ്യൻസ് മാത്രമാണ്. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ആ കോഴി വന്ന് അദ്ദേഹത്തെ ഇങ്ങനെ ഉപദ്രവിച്ചതും പിന്നെ ആൾക്കാർ വന്ന് അദ്ദേഹത്തിൻ്റെ ആ ഹെയർ തൂവൽ അതൊക്കെ എടുത്തതും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ, ആ സെൻറ്റൻസും കൂടെ. ഓക്കെ. Why do more people flock to see the woman rather than the old man? ഒഴുകിപ്പോയി കുറേ ആൾക്കാർ ആരെ കാണാൻ? വുമണിനെ. ഇദ്ദേഹത്തെ കാണുന്നതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് ഒഴുകിപ്പോയി. എന്താ കാര്യം? മോർ പീപ്പിൾ ഗോ ടു സീ ദ വുമൺ ബിക്കോസ് ദ ചാർജ് ഫോർ സീയിങ് ഹെർ ഈസ് ലെസ് ദാൻ ദി ചാർജ് ഫോർ സീയിങ് ദി ഏഞ്ചൽ. ഏഞ്ചലിനെ കാണുന്നതിനേക്കാളും ചാർജ് കുറവ് വുമണിനെ കാണുന്നതിനാണ്. പിന്നെ എന്തുകൊണ്ട്? ഷീ ക്യാൻ ടോക്ക് ടു ദം ആൻഡ് ആൻസർ ദെയർ ക്വസ്റ്റ്യൻസ്. പിന്നെ ദ ഓൾഡ് മാൻ ഈസ് സ്ട്രേഞ്ച് ആൻഡ് സൈലൻറ്റ്. വളരെ സ്ട്രേഞ്ചാണ്, സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. ആൻഡ് പീപ്പിൾ ഡോണ്ട് നോ വാട്ട് ഹി ഈസ്. പിന്നെ അദ്ദേഹം എന്തുവാന്നും അറിയത്തില്ല. ദ വുമൺ സീംസ് മോർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ക്ലിയർ ടു ദം. അദ്ദേഹം വുമൺ എങ്ങനെയാണ്? കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. കാര്യം അവർ മറുപടിയൊക്കെ പറയുമല്ലോ. ലൈറ്റ്നിങ്ങിലൂടെ സ്പൈഡറായ വുമൺ അല്ലേ, അവർ എന്താണ് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ് അവരെ കാണാനാണ്. ഇനി why is the doctor surprised by the logic of the wings? ചിറക്, ആ വിങ്സിൻ്റെ ലോജിക്, ഇതെന്താണ് ശരിക്കും ഒറിജിനൽ? ഒരു ഹ്യൂമൻ ബോഡിയിൽ ഒരു ചിറക്, മറ്റുള്ളവർക്കൊന്നും അതില്ല. എങ്ങനെ എന്നുള്ള ഒരു സർപ്രൈസ് ആർക്കുണ്ടായി? ആ ഡോക്ടർക്കുണ്ടായി. എങ്ങനെ? ദ ഡോക്ടർ ഈസ് സർപ്രൈസ്ഡ് ബിക്കോസ് ദ ഏഞ്ചൽസ് വിങ്സ് ലുക്ക് നോർമൽ ഓൺ ഹിസ് ബോഡി. അദ്ദേഹത്തിൻ്റെ വിങ്സ് അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നോർമലാണ്. ദേ സെയിം ടു ഫിറ്റ് ലൈക്ക് ദേ ആർ എ നാച്ചുറൽ പാർട്ട് ഓഫ് ഹിം. ഒരു നാച്ചുറൽ പാർട്ടാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ ഫിറ്റായിട്ടുള്ളത്. ദ ഡോക്ടർ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ ഹ്യൂമൻ ബോഡി ക്യാൻ ഹാവ് സച്ച് വിങ്സ്. അദ്ദേഹത്തിന് എന്താണ് ഒരിക്കലും മനസ്സിലാവുന്നില്ല, ഒരു നോർമൽ ഹ്യൂമൻ ബോഡിക്ക് ഈ വിങ്സ്, ഒറിജിനൽ വിങ്സ് എങ്ങനെ ഉണ്ടാകും. സോ ഹീ ഈസ് കൺഫ്യൂസ്ഡ് ബൈ ഹൗ ദേ മേക്ക് സെൻസ്. ഇതെന്ത് സെൻസാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കൺഫ്യൂഷൻ. വേറെ ആർക്കും ഇങ്ങനെ ഒരെണ്ണം കണ്ടിട്ടില്ല. അപ്പോൾ കൺഫ്യൂഷൻ വരും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സൈഡ് ക്വസ്റ്റ്യൻസിൽ. വൈ ഡസ് എലിസൻഡ ലെറ്റ് ഔട്ട് എ സൈ ഓർ റിലീഫ്? ഒരാശ്വാസം. എന്തായിരുന്നു എലിസൻഡയ്ക്ക് അത് ഉണ്ടാവാൻ കാരണം? എലിസൻഡ ലെറ്റ്സ് ഔട്ട് എ സൈ ഓർ റിലീഫ് ബിക്കോസ് ദ ഏഞ്ചൽ ഫൈനലി ഫ്ലൈസ് അവേ. ഹി ഹാഡ് ബീൻ എ ബേർഡൻ ആൻഡ് എ പ്രോബ്ലം ഫോർ എ ലോങ് ടൈം. കുറേ നാൾ അദ്ദേഹത്തെ പറ്റി ഓർത്തവർക്ക് ടെൻഷനും ഉണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര ബേർഡനുമായിരുന്നു, ഒരു പ്രോബ്ലമായിരുന്നു. ഷീ ഫീൽസ് ഫ്രീ ആൻഡ് പീസ്ഫുൾ നൗ that he is gone from their lives. അവരുടെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പോയപ്പോൾ ഒരു ആശ്വാസമായി. പിന്നെ ഷീ ഓൾസോ ഫീൽസ് കംഫർട്ട് വെൻ തിങ്സ് അബൌട്ട് ദി ഏഞ്ചൽ. ഏഞ്ചലിനെ പറ്റി ഓർത്തപ്പോഴും ഒരു ആശ്വാസമുണ്ട്. ഹീ ഈസ് ഓൾസോ റെസ്ക്യൂഡ്. അയാളും അവിടുന്ന് രക്ഷപ്പെട്ടു പോയി അല്ലേ. മക്കളെ, അത്രയുമാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ്. ഇനിയുള്ളത് റീവിസിറ്റ് ദ സ്റ്റോറിയിൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എല്ലാം ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്ത് തന്നെ നമ്മളിപ്പോൾ അങ്ങോട്ട് പഠിച്ചല്ലേ ഉള്ളൂ. ഒന്ന്, വാട്ട് ഈസ് ദ ഓൾഡ് മാൻസ് റോൾ ഇൻ ദ സ്റ്റോറി? ഹൗ ഡസ് ഹിസ് പ്രസൻസ് എഫക്റ്റ് പാലിയോസ് ഫാമിലി? ശരിക്കും ഈ ഓൾഡ് മാൻ്റെ റോൾ എന്തായിരുന്നു? ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ, കുട്ടിയെ സുഖപ്പെടുത്താൻ വന്നതാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ശരിക്കും അതിന് വല്ല തെളിവുണ്ടോ? അതുകൊണ്ട് നമുക്കത് ഉറപ്പിച്ചിട്ട് പറയാനും പറ്റത്തില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഈ പാലിയോയുടെ ഫാമിലിയെ എങ്ങനെ അഫക്റ്റ് ചെയ്തു എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം, ദ ഓൾഡ് മാൻ ഇൻ ദ സ്റ്റോറി ഈസ് എ മിസ്റ്റീരിയസ് ഫിഗർ. അല്ലെ, ഭയങ്കര നിഗൂഢമായ ഒരു ഫിഗറാണ് അദ്ദേഹം.
who looks like an angel. His role is to show how people react to things they do not understand. ശരിക്കും ഇതിൽ നമുക്ക് എന്ത് പറയാം? അദ്ദേഹത്തെ തന്നെ നോക്കൂ. ചിലർ പറയുന്നു അദ്ദേഹം ഇങ്ങനെയാണെന്ന്, ചിലർ പറയുന്നു അദ്ദേഹം അങ്ങനെയാണെന്ന്, ചിലർക്ക് അദ്ദേഹം വെറും കാഴ്ചവസ്തു, ചിലർക്കൊരു സർക്കസ് അനിമലിനെ പോലെ. അങ്ങനെ ഒരു വസ്തുവിനെ തന്നെ പല മനുഷ്യർ ഏത് രീതിയിൽ കാണുന്നു എന്നുള്ളത് നമുക്ക് ഇദ്ദേഹം അതിനൊരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നമുക്ക് കാണാം. At first, Peleo and Elisenda are afraid of him. അല്ലേ, ആദ്യം പേടിയായിരുന്നു. ആൻഡ് ഡോണ്ട് നോ വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്നും അറിയില്ല. ബട്ട് സൂൺ, പക്ഷെ പെട്ടെന്ന് തന്നെ ദേ സ്റ്റാർട്ട് ചാർജിങ് മണി ഫോർ പീപ്പിൾ ടു സീ ഹിം. പെട്ടെന്ന് അവരുടെ ചിന്താഗതി മാറി. അദ്ദേഹത്തെ കാണാനായിട്ട് ആൾക്കാർ വരുമ്പോൾ അവർക്ക് പൈസ ഈടാക്കാനായിട്ട് തുടങ്ങി. ദേ ബിക്കം റിച്ച് ബിക്കോസ് ഓഫ് ഹിം. അദ്ദേഹം കാരണമാണ് അവർ റിച്ച് ആയത്. ഈവൻ ദോ ഹീ ഈസ് ട്രീറ്റഡ് ബാഡ്ലി, ഹി നെവർ ഫൈറ്റ്സ് ബാക്ക്. അദ്ദേഹത്തെ ബാഡായിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ പോലും അദ്ദേഹം എന്ത് ചെയ്തില്ല, തിരിച്ച് ഫൈറ്റ് ചെയ്തില്ല. ഇൻ ദ എൻഡ് വെൻ ഹീ ഫ്ലൈസ് അവേ എലിസെൻഡ ഫീൽസ് റിലീവ്ഡ്. ശരിക്കും അയാൾ പിന്നീട് പറന്നു പോയപ്പോഴാണ് എലിസെൻഡയ്ക്ക് സമാധാനമായത്. സോ ദി ഓൾഡ് മാൻ ചേഞ്ചസ് ദെയർ ലൈഫ്സ്. ഓൾഡ് മാൻ അവരുടെ ജീവിതം മാറ്റിമറിച്ചു. ബട്ട് ദേ നെവർ ട്രൂലി അണ്ടർസ്റ്റാൻഡ് ഓർ റെസ്പെക്റ്റ് ഹിം. പക്ഷേ അവർ ശരിക്കും അദ്ദേഹത്തെ അവർ മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്തിരുന്നില്ല. കഥയിൽ എപ്പോഴെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ? കുട്ടിയുടെ അസുഖം മാറിയപ്പോൾ അയാളെ അങ്ങ് പറഞ്ഞു വിടണം കുറച്ച് ഫുഡും വാട്ടറുമായിട്ട് എന്ന് മാത്രമായിരുന്നു അവരുടെ ഉള്ളിലുള്ളത്, അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 2. മെൻഷൻ എനി 2 ട്രേറ്റ്സ് ഓഫ് ദ ഓൾഡ് മാൻ ദാറ്റ് ഇംപ്രസ് യു. ഒരു ക്വാളിറ്റി, അദ്ദേഹത്തിൻ്റെ ഒരു ട്രേറ്റ്, ഒരു ക്വാളിറ്റി ഓൾറെഡി പറഞ്ഞു, പേഷ്യൻസ്. ഒരെണ്ണം കൂടെ പറയണം. നിങ്ങൾ ഇംപ്രസ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി കൂടി നിങ്ങൾ പറയണം. 2 എണ്ണം പറയാം. ഒന്ന് സ്ട്രെങ്ത്തും, മറ്റേത് നമുക്ക് എല്ലാവർക്കും അറിയാം പേഷ്യൻസ്. അദ്ദേഹം കരുത്തനല്ലേ? ഈ സാഹചര്യങ്ങളെല്ലാം ഓവർകം ചെയ്ത് പറന്നു പോകാൻ അദ്ദേഹത്തിന് എന്തുണ്ട്? മനക്കരുത്തുണ്ട്. അപ്പോൾ സ്ട്രെങ്ത് ഉണ്ട് അദ്ദേഹത്തിന്, അല്ലേ? വൺ ട്രേറ്റ് ദാറ്റ് ഇംപ്രസസ് മീ ഹീസ് ഹിസ് പേഷ്യൻസ്. അദ്ദേഹത്തിൻ്റെ പേഷ്യൻസ് ആണ് എന്നെ ഒരെണ്ണം ഇംപ്രസ് ചെയ്ത ഒരെണ്ണം. He stays calm even when people hurt him. Another trait is his strength. Even though he is old and weak, അദ്ദേഹം ഓൾഡാണ്, വീക്കാണ്, എന്നിരുന്നാലും he survives and flies away at the end. അവസാനമായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇതൊക്കെ സർവൈവ് ചെയ്ത് പറന്ന് പോയി. അടുത്തത്, what elements of the story do you consider magical? Why? ഈ സ്റ്റോറിയുടെ ഏതൊക്കെ എലമെൻസിനെയാണ് നിങ്ങൾക്ക് മാജിക്കൽ എന്ന് തോന്നിയത്? എന്തുകൊണ്ട്? 2-3 എണ്ണം പറയാം. സ്പൈഡർ ആയതൊരു പെണ്ണ്, അത് എക്സ്ട്രാ. മറ്റേത് ആ വിങ്സ് ഉള്ള മനുഷ്യൻ, അതൊക്കെ നമുക്ക് മാജിക്കലാണ്, അല്ലേ? The old man's wings are magical because normal people do not have wings. It is also magical that he survives for so long without food and care. ഇതെല്ലാം മാജിക്കലാണ്. പിന്നെ എന്തും പറയാം നമുക്ക്. Another magical part is the spider woman who was changed by lightning. ലൈറ്റ്നിങ്ങിലൂടെ ചേഞ്ച് ആയ സ്പൈഡർ വുമൺ. ഇതൊക്കെ എനിക്ക് എന്താണ്? അത്ഭുതമാണ്. ദീസ് തിങ്സ് ആർ നോട്ട് പോസിബിൾ ഇൻ റിയൽ ലൈഫ്. ഇതൊന്നും റിയൽ ലൈഫിൽ പോസിബിൾ അല്ല. സോ ദേ മേക്ക് ദ സ്റ്റോറി ഫീൽ ലൈക്ക് എ മിക്സ് ഓഫ് മാജിക് ആൻഡ് റിയാലിറ്റി. അതുകൊണ്ട് തന്നെ ഒരു മാജിക്കും റിയാലിറ്റിയും കൂടെ മിക്സായ ഒരു രീതിയാണ് ഈ ഒരു സ്റ്റോറിക്ക് എനിക്ക് തോന്നിയത്. 4. ഡിസ്ക്രൈബ് ദ ഓൾഡ് മാൻസ് ഫസ്റ്റ് ക്ലംസി അറ്റംപ്റ്റ്സ് അറ്റ് ഫൈറ്റ്. പറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീണ് കഷ്ടപ്പെട്ടൊക്കെ ചെയ്തില്ലേ, അതിനെപ്പറ്റി പറയൂ. ദ ഓൾഡ് മാൻസ് ഫസ്റ്റ് അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ് വെയർ സ്ലോ ആൻഡ് ക്ലംസി. സ്ലോയും വേച്ചുള്ളതും ഒക്കെ ആയിരുന്നു. ഹി കുഡ് നോട്ട് ലിഫ്റ്റ് ഓഫ് ഈസിലി ആൻഡ് ഓൾമോസ്റ്റ് നോക്ക് ഡൗൺ ദി ഷെഡ്. എഴുന്നേക്കാനും ബുദ്ധിമുട്ടായിരുന്നു, വീഴാൻ പോയിട്ട് ആ ഷെഡ് പൊളിക്കണത് പോലെ ആയിരുന്നു. ഹിസ് വിങ്സ് മൂവ്ഡ് ലൈക്ക് ദോസ് ഓഫ് എൻ ഓൾഡ് ബേർഡ്. ഒരു ഓൾഡ് ബേർഡിൻ്റെ വിങ്സ് ഇങ്ങനെ പോണത് പോലെ പോയി. ബട്ട് ആഫ്റ്റർ സം എഫേർട്ട് ഹി ഫൈനലി റോസ് ഇൻ ടു ദ എയർ ആൻഡ് ഫ്ലൂ അവേ. പക്ഷെ കുറേ എഫേർട്ടിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം എഴുന്നേറ്റ് നിന്നു, എന്നിട്ട് പറന്നുപോയി. അടുത്തത്, വാട്ട് ഹാപ്പൻസ് ടു ദ ഓൾഡ് മാൻസ് പോപ്പുലാരിറ്റി ഇൻ ദ കോഴ്സ് ഓഫ് ടൈം. ഇപ്പം നമുക്ക് തന്നെ അറിയാം പോപ്പുലാരിറ്റി. പെട്ടെന്ന് ഒരാളായിരിക്കും അങ്ങ് പോപ്പുലർ. അയാളുടെ പറയുന്ന ആൾക്കാർ പോകുന്നു, ഫോട്ടോ എടുക്കുന്നു, ഓട്ടോഗ്രാഫ്, സെൽഫി, അത് ഇതെന്ന് പറഞ്ഞ് ബഹളം. കുറച്ച് ദിവസം കഴിയുമ്പോൾ അയാളുടെ പ്രൗഢി താന്ന് പോകും, വേറൊരാൾ വരും, അല്ലേ? ഇവിടെയും അത് തന്നെ സംഭവിച്ചു, അല്ലേ? ഓൾഡ് മാൻ്റെ പോപ്പുലാരിറ്റി പെതുക്കെ കൊണ്ടങ്ങ് പോയി. എങ്ങനെയായിരുന്നു അത് പോയത്? അറ്റ് ഫസ്റ്റ് ദ ഓൾഡ് മാൻ ഈസ് വെരി പോപ്പുലർ. പിന്നീടോ, മെനി പീപ്പിൾ കം ഫ്രം ഫാർ എവൈ ടു സീ ഹിം. അദ്ദേഹത്തെ കാണാനൊക്കെ വരുന്നുണ്ടായിരുന്നു. ബട്ട് ലേറ്റർ, പിന്നീട് എന്ത് സംഭവിച്ചു? സ്പൈഡർ വുമൺ ബിക്കംസ് മോർ ഇൻട്രസ്റ്റിംഗ് ടു ദ ക്രൗഡ്. ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആരെ തോന്നി? സ്പൈഡർ വുമണിനെ തോന്നി. പീപ്പിൾ forget about the old man and his popularity fades over time.
അങ്ങനെ ആയപ്പോൾ പുതിയൊരെണ്ണം കിട്ടിയപ്പം പഴയതിനെ മറന്നു അല്ലേ? ആൾക്കാർ പിന്നെ ഇദ്ദേഹത്തെ പറ്റി ചിന്തിക്കാതായി അങ്ങ് മറന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി എന്ത് ചെയ്തു? കാലക്രമേണ ഫെയ്ഡായിപ്പോയി. ഇനി 6 എളുപ്പമുള്ളത്. പിക്ക് ഔട്ട് ഇൻസ്റ്റൻസസ് ഓഫ് ദ ഫോളോയിങ് ഫ്രം ദ സ്റ്റോറിയിൽ നിന്നും ഇമേജറി, സിമിലി, മാജിക്കൽ എലമെൻറ്റ്സ് ഇതൊക്കെ ഒന്ന് എഴുതുക. സിമിലി എന്താണ്? ലൈക്കും അസും ചേർന്ന് വരുന്നതാണ് സിമിലി. ഒന്നിനെ മറ്റെന്തോ ഒന്നായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇമേജറി നമുക്ക് കണ്ടതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ തൊട്ടതുപോലെയൊക്കെ തോന്നുന്ന ഇമേജസ്. പിന്നെ മാജിക്കൽ എലമെൻറ്റ്സ് അല്ലേ? അപ്പം നോക്കൂ, ഇനോർമസ് വിങ്സ് ഇമേജറി നമുക്ക് കാണാമല്ലോ. പിന്നെ ബാൽഡ് സ്കൾ ആൻഡ് ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത് ഇതും അത് തന്നെയാണ്. പിന്നെ ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ് ഫെതേഴ്സ്. പിന്നെ ഫേസ് ഡൗൺ ഇൻ ദ മഡ് ഇതെല്ലാം ഇമേജറി. സിമിലി ലൈക്ക് എ റാക്ക് പിക്കർ, പിന്നെ ലൈക്ക് എ ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ലൈക്ക് ദി ഫെതേഴ്സ് ഓഫ് എ സ്കെയർക്രോ, ലൈക്ക് എ സെനേൽ വൾച്ചർ. ഇനി മാജിക്കൽ എലമെൻറ്റ്സ് എന്തൊക്കെയുണ്ട്? വിങ്സ് ഉണ്ട്, ദ ഏഞ്ചൽ സർവൈവിങ് വിത്തൗട്ട് ഫുഡ്, പിന്നെ a woman turned into a spider by lightning, പിന്നെ the angel flying after so long. ഇതെല്ലാം മാജിക്കൽ എലമെൻറ്റ്സ് ആണ്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ. The old man finally managed to fly away. Elisenda watches him till he disappears. You may discuss in groups and attempt alternative endings to the story. നോക്കൂ, ഇതിനൊരു അൾട്ടർനേറ്റീവ് എൻഡ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരുപാട് വലിയ പാരഗ്രാഫിൽ എഴുതാം, ചെറുതാക്കി എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇങ്ങനെ അല്ലായിരുന്നു എങ്കിൽ, ഇപ്പോൾ എലിസൻ്റെ അവരെ നോക്കിയിരുന്നു എന്നുള്ളതാണല്ലോ കഥയുടെ അവസാനം, നിങ്ങൾക്കൊന്ന് മാറ്റി എഴുതാം. അദ്ദേഹം എഴുന്നേക്കാൻ ശ്രമിക്കുന്നു, പറക്കാൻ ശ്രമിക്കുന്നു, അതിന് ശേഷം നമുക്കൊന്ന് മാറ്റി എഴുതാം. അപ്പം ഞാനൊരെണ്ണം എഴുതുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എഴുതാം. Just as the old man begins to fly away, the child runs into the courtyard and calls out to him. അദ്ദേഹം എഴുന്നേറ്റ് ഇങ്ങനെ പറക്കാൻ തുടങ്ങിയപ്പോൾ ആ കുട്ടി ഓടി വന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. The angel looks back for a moment, then gently flies down and touches the child's forehead with his hand. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പെതുക്കെ ഇറങ്ങി വന്ന് ആ കുട്ടിയുടെ തലയിൽ അല്ലെങ്കിൽ നെറ്റിയിൽ ഇങ്ങനെ പെതുക്കെ തൊടുന്നു. Suddenly the child's eyes glow with a light and he begins to float in the air too. പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ കണ്ണുകൾ തിളങ്ങുന്നു. ആ കുട്ടി എയറിൽ ഇങ്ങനെ ചെറുതായിട്ട് പറക്കാൻ തുടങ്ങി. Peleo and Elisenda watch in shock as their child and the old man rise into the sky together. കുട്ടിയും അയാളും ആകാശത്തേക്ക് ഒരുമിച്ച് പറന്നു പോകുന്നു. അച്ഛനും അമ്മയും കണ്ട പേടിയാവില്ലേ? ഒരു പേടിച്ച് ഓടി വരുന്നു. Then the angel drops the child safely back to the ground. പിന്നീട് കുട്ടിയെ എന്ത് ചെയ്യുന്നു? കുട്ടിയെ ഒന്ന് പറപ്പിച്ചു, അത്രയേ ഉള്ളൂ. എന്നിട്ട് കുട്ടിയെ സേഫായിട്ട് ലാൻഡിൽ കൊണ്ടുവന്ന് ഇറക്കുന്നു. ആൻഡ് ഡിസപ്പിയേഴ്സ് ഇൻ ടു ദി ക്ലൗഡ്സ്. എന്നിട്ട് മേഘങ്ങൾക്കിടയിലേക്ക് മറയുന്നു. ഫ്രം ദാറ്റ് ഡേ ഓൺ ദ ചൈൽഡ് ഗ്രോസ് അപ്പ് കൈൻഡ് ആൻഡ് വൈസ്. അന്ന് മുതൽ ആ കുട്ടി വളരുന്നത് എങ്ങനെയാണ്? വളരെ കൈൻഡായിട്ട്, വളരെ ബുദ്ധിയുള്ള രീതിയിൽ, വിവേകമുള്ള രീതിയിൽ. ആൻഡ് പീപ്പിൾ ബിലീവ് ദ ഏഞ്ചൽ ഹാഡ് ബ്ലെസ്ഡ് ഹിം. ആൾക്കാർ എന്ത് വിശ്വസിച്ചു? ഏഞ്ചൽ ആ കുട്ടിയെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ചു. വേറെ വേണമെങ്കിലും മാറ്റി എഴുതാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസറും ലെറ്റസ് റീവിസിറ്റ് എന്നുള്ള ഭാഗം. ഇനിയുള്ളത് ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി അടുത്ത വീഡിയോ ആയിട്ടിടാം. മക്കളെ, നമുക്കിപ്പോൾ വ്യൂ കുറച്ച് കുറവാണ്, ഇടയ്ക്ക് നമ്മളൊരു ബ്രേക്ക് എടുത്തതുകൊണ്ടാണത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറക്കാതെ നിങ്ങളൊരു കമൻറ്റ് ഇടൂ. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അപ്പം നല്ല മിടുക്കരായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോ തൊട്ട് പറയാൻ ഇടുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ്.